കോൺഗ്രസിൽ നിന്ന് തന്നെ ചിലർ തടയുന്നു എന്നാണ് ആക്ഷേപം. എനിക്ക് അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. സമാന ആരോപണം നേരിടുന്ന വിൻസെന്റ് അടക്കമുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കുമ്പോഴാണ് അങ്ങനെ തടയുന്നത്. അപ്പോൾ ഒരേ പന്തിയിൽ രണ്ട് തരത്തിലുള്ള വിളംബരമാണോ കോൺഗ്രസിന്റെ നേതൃത്വം തോന്നുന്നുണ്ട്? കാരണം അങ്ങനെ പരിഗണിക്കുന്നത് പോലും ആ രീതിയിലാണെന്നുണ്ട്. കാരണം 1.5 കൊല്ലമായിട്ട് ഈ മണ്ഡലത്തിൽ നിലവിൽ പ്രചരണം നടത്തുന്ന ഒരാൾ കൂടിയാണ്. ഞാനും വിൻസെന്റും നിരപരാധികളാണ് ഈ രണ്ട് കേസിലും. എനിക്കത് അറിയാം. വിൻസെന്റിനെ പരിഗണിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം അവിടെ വലിയ ലീഡിൽ ജയിക്കും. അതേ പരിഗണന എനിക്ക് നൽകണം. 2-3 ദിവസങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു ഇവിടെ. എനിക്ക് ഇനി അവസാന നിമിഷം നോമിനേഷൻ കൊടുത്താലും ഞാൻ ജയിക്കും. വലിയ ലീഡിൽ ജയിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ പരിഗണന എന്നുള്ളത് പലർക്കും പല രീതിയിലാണ്. എനിക്ക് അത്ര പരിഗണന കിട്ടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ വലിയൊരു പുണ്യവാളനോ വലിയൊരു വ്യക്തിത്വത്തിന് ഉടമയോ വലിയൊരു നേതാവോ ഒന്നുമല്ല. ഞാനൊരു ഭൃത്യനാണ്. ഞാനൊരു ജനസേവകനാണ്. ഞാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ മുന്നിൽ വിനയത്തോടു കൂടി നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അതുകൊണ്ട് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട് ജനങ്ങളിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ 20 മക്കളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ MLA മാരായി. ഇപ്പോൾ സിറ്റിംഗ് MLA ശ്രീ കെ ബാബു അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ള ഞങ്ങൾക്ക് 19 പേർക്കും കൊടുത്ത അതേ ഒരു പരിഗണന എനിക്ക് നൽകണം. നൽകാതെ പോകരുത്. അത് ജനങ്ങളിൽ വളരെ വിഷമമുണ്ടാക്കും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ സി പി എമ്മിലിരിക്കുന്ന ഘട്ടത്തിൽ ശശി ഉൾപ്പെടെ ഈ കോൺഗ്രസ് ഉൾപ്പെടെ ശശിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതാണ്. എന്നാൽ ഇന്നിപ്പോൾ ആ ശശിക്ക് കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്നുണ്ട് മത്സരിക്കുന്നിടത്ത്. ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരാൾ കുറ്റക്കാരനാകണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, മറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകൾ കുറ്റക്കാരാണ് എന്ന് കരുതാൻ കഴിയുമോ? ആരോപണങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ശ്രീ PK ശശി കോൺഗ്രസിലേക്ക് വരുന്നു, അദ്ദേഹം മത്സരിക്കുന്നു, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിജയ സാധ്യതയുള്ളത് കൊണ്ടാണ്. പൊളിറ്റിക്സിൽ അങ്ങനെയാണ്. ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവാണ്. നാളത്തെ ശത്രു ഇന്നത്തെ മിത്രമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷത്തെ വോട്ടർമാർ മാത്രമല്ല ഈ വർഷത്തെ വോട്ടർമാർ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പുതിയ ഒരുപാട് വോട്ടർമാർ വന്നിട്ടുണ്ട്. എവിടെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല. ഞാൻ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ വന്ന് ഒത്തിരി മോഹങ്ങൾ കൊടുത്തു. മുഴുവൻ പേർക്കും വീട്, തൊഴിലവസരങ്ങൾ, സൗജന്യമായ ഭക്ഷണം, 2 കിലോ പഞ്ചസാര, 1 കിലോ പാല്, 3 കിലോ ആട്ടിറച്ചി, നെയ്യ്, അങ്ങനെ പല പല കാര്യങ്ങൾ കൊടുത്തു. പാവപ്പെട്ട ആളുകളെല്ലാം വോട്ട് ചെയ്തു പോയി. അങ്ങനെയാണ് അവർ 20,500 വോട്ട് പിടിച്ചു. ഇത് നല്ലൊരു വിഭാഗം വോട്ടും എനിക്ക് കിട്ടേണ്ട വോട്ടുകളായിരുന്നു. അവരെല്ലാം തിരിച്ചു വന്നു. ഈ പഞ്ചായത്ത് ഇലക്ഷൻ അവരെല്ലാം തിരിച്ചു വന്നു. ഇപ്പോൾ അവർ NDA ആയിട്ടാണ് മത്സരിക്കുക. അതുകൊണ്ട് NDA ആയിട്ട് മത്സരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ കുറഞ്ഞു പോകും. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒരുപക്ഷെ കേരള കോൺഗ്രസിലോ 2020 ഒക്കെ പോകും. പക്ഷേ ഈ വർഗീയ മുന്നണിയിലേക്ക് പോകാറില്ല. അതുകൊണ്ട് ആ വോട്ടുകളെല്ലാം എനിക്ക് തിരിച്ചു വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് 15,000 മുതൽ 25,000 വരെ വോട്ടിന് ജയിക്കാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ കാര്യമായിട്ട് കൂട്ടണ്ട. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ട്രെൻഡ്, ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ വിവേകം, ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ മുന്നേറ്റം, പല രീതിയിലുള്ള കാര്യങ്ങളാണ് അഭിമുഖീകരിക്കാൻ പോവുക. അപ്പോൾ ഈ 2026 ഇലക്ഷനിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ മത്സരിച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഇന്ന് വരെയും കാണാത്ത വലിയ ലീഡ് എനിക്ക് എൻ്റെ ജനങ്ങൾ നൽകും. ആ ലീഡ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ആ ലീഡ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സീറ്റ് വഹിക്കുന്നത്. സീറ്റ് കിട്ടി മത്സരിച്ചാലല്ലേ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് ഇത് കാണിച്ചു തരാം എനിക്ക് എത്ര ലീഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സീറ്റ് ചോദിക്കുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല, അദ്ദേഹത്തിനും കൺഫ്യൂഷൻ ഇല്ല. ഞങ്ങൾക്ക് സീറ്റ് കിട്ടും. കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമാണ്. ഇപ്പോൾ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കത്തില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അവർ തീരുമാനിച്ച് ഒപ്പിട്ടാൽ ആർക്കും അതിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പറയുന്നത് അനുസരിക്കണം. അങ്ങനെയല്ല. ഇത് ജനങ്ങൾ പറയുന്നത് ഞങ്ങളെ നേതാക്കന്മാർ അനുസരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വലിയ ജനാധിപത്യ പ്രക്രിയയിൽ
കോൺഗ്രസ് പ്രസ്ഥാനം സത്യസന്ധമായി നിഷ്പക്ഷമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. താങ്കളുടെ മകനൊരു ചെരുപ്പ് വേണം, താങ്കൾ നേരിട്ട് പോയി ഇവിടെ കൊണ്ട് ചെരുപ്പം കൊടുക്കുന്നു. ചിലപ്പോൾ പാകാവും, ചിലപ്പോൾ പാകാവില്ല, ചിലപ്പോൾ ഇടാൻ പറ്റും, അങ്ങനെയല്ല. താങ്കൾ ഇവിടെ വന്ന് കൊച്ചിനെ കൊണ്ടുപോയി അവിടെ കടയിൽ കൊണ്ടുപോയി പലത് കാണിച്ചു കൊടുത്ത് നോക്കി ഇഷ്ടപ്പെട്ടത് നോക്കി തിരിച്ചു വരുമ്പോൾ സമയം കൂടുതലെടുക്കില്ലേ, ആ സമയമാണ് ഇവിടെ എടുക്കുക. പാകത്തിനുള്ള കാര്യങ്ങൾ നോക്കി അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്. എൻ്റെ കാല് ചെറുതായിക്കൊണ്ടിരിക്കുക, മുമ്പ് വലിയ കാലായിരുന്നു. അപ്പോൾ നേരത്തെ സീരിയസ്ലി 8 എന്നുള്ള 7 ഇഞ്ചിലേക്ക് മാറി. പ്രാദേശികമായിട്ടുള്ള ചില ആളുകൾ ഹൈക്കമാൻഡിനെയും നേതൃത്വത്തെയും കണ്ട് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അനിശ്ചിതത്വം എന്ന് പറയുന്നത്. പ്രാദേശികമായ നേതാക്കന്മാർക്കൊന്നും ഹൈക്കമാൻഡിന് അങ്ങനെ പെട്ടെന്ന് പോയി കാണാൻ കഴിയുന്ന സാഹചര്യമില്ല. വലിയ തിരക്ക് അവിടെ. ഞാൻ MLA ആയിട്ട് പോലും എനിക്ക് എല്ലാവരും കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ വെറുതെ പറയുന്നത്. അങ്ങനെ ഒന്നുമില്ലല്ലോ. ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥി നിൽക്കാൻ പോവല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നത്?